ഒടുവിൽ ഉറപ്പിച്ചു ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി. നാളെ ചുവരെഴുതി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ BJPയിലെ ഒരുപാട് നേതാക്കൾ സ്വപ്നം കണ്ട ഒരു സീറ്റാണ് വട്ടിയൂർക്കാവ്. പക്ഷേ വട്ടിയൂർക്കാവ് സ്വന്തമായിട്ട് ഏറ്റെടുത്തത് ശ്രീലേഖയാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. വട്ടിയൂർക്കാവിൻ്റെ പരിസരത്തൊക്കെ ഇലക്ഷന് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്ന ശ്രീലേഖ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുക. എന്നിട്ട് കുറേ മാധ്യമങ്ങളൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ, നിങ്ങളെ മേയറാക്കിയില്ലയോ, ഇനി എന്തിനാണ് BJP നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ വളരെ തന്ത്രപരമായ ഓപ്പറേഷൻ BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ നടത്തി എന്നല്ലേ മനസ്സിലാക്കണ്ടേ? വളരെ തന്ത്രപരമായ ഓപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ നടത്തി. അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ശ്രീലേഖ എന്ന് പറയുന്ന ആൾ നമ്മൾ നോക്കുമ്പം ഒരു IPS മാത്രം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയർ അവർ വൃത്തിയായിട്ട് നടത്തി. പിന്നെ അവർ അത്യാവശ്യം കവിത എഴുതും. അവരുടെ കരിയറിനകത്ത് അല്ലെങ്കിൽ അവർ സർവീസ് ഇരുന്ന സമയത്തും അവരെ പറ്റി ഒരു നല്ല വ്യക്തിത്വം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപൂർവം ചില കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പുറകെ നടക്കുന്നവർക്ക് ഒരാളുടെ ഇപ്പം സിനുവിൻ്റെ പുറകെ സിനു എത്ര മര്യാദയ്ക്ക് നടന്നാലും പുറകെ നടന്നൊരുത്തം കുറ്റം കണ്ടുപിടിക്കാൻ നിന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. മനസ്സിലായല്ലേ? ഞാൻ തമാശ പറഞ്ഞേ. അപ്പം അതുപോലെ ചില കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാമെന്നുള്ളതല്ലാതെ ശ്രീലേഖയെ പറ്റി മറ്റ് പല ഈ സ്ത്രീ പോലീസ് IPS ഓഫീസർമാരെ തുലനം ചെയ്യുമ്പോൾ വളരെ മാന്യമായ സ്ത്രീ മാത്രവുമല്ല, ശ്രീലേഖയ്ക്കകത്ത് അല്ലെങ്കിൽ ശ്രീലേഖയുടെ പിറകിൽ വന്ന ഒരു സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ പണ്ട് സുരേഷ് ഗോപിയുടെ പുറകെ വന്നിട്ടുണ്ട്. കാരണം ഒരു പെണ്ണും പിള്ള അതിൽ IPS IAS എത്ര പേരുണ്ട് ഇന്ത്യയിലും ലോകത്തുമൊക്കെ? ആരൊക്കെ രാഷ്ട്രീയം വന്നിട്ടുണ്ട്, ആരൊക്കെ MLA മാരായിട്ടുണ്ട്? അവരുടെ ഒന്നും പുറകിൽ കാണാത്ത ഒരു സൈബർ അറ്റാക്ക്, ഒരു മാധ്യമ വിചാരണ ഒക്കെ ഇതിനകത്തുണ്ട്. അവർ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായി. അതിനുശേഷം പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവരെ മാത്രം മേയറായിട്ട് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അപ്പം ഇവർ മൊത്തത്തിൽ കൊള്ളാം. BJPക്കകത്ത് അല്ലെങ്കിൽ ഇവർ വന്നതുകൊണ്ട് അല്ലെങ്കിൽ BJPക്ക് ഇവരെ കിട്ടിയതുകൊണ്ട് BJPക്ക് നാളെക്കാലത്തെ ഗുണമുണ്ടാകും എന്ന ഒരു കാര്യം കൊണ്ട് ഇവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നു സിനുജി. തിരുവനന്തപുരത്ത് BJPക്ക് ശ്രീലേഖയെ പോലെ ഉള്ള ഒരാൾ വന്നാൽ അവരുടെ ഇമേജ് കൊണ്ട് അവർ നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് മൊത്തം ഇമേജ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ജയിച്ചപ്പോൾ പ്രശാന്ത് മുമ്പേ കണ്ടു വട്ടിയൂർക്കാവിൽ എനിക്കെതിരെ വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണോ എന്നുള്ള രീതിയിൽ CPM ആലോചിച്ചാണ് അവർക്കെതിരെ ഒരു പ്രചരണം ആദ്യം എടുക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാമല്ലോ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് വളരെ കൃത്യമായിട്ട് അവർ പൊളിച്ചില്ലേ. അതിനുശേഷം അവർ പറഞ്ഞു ഞാൻ മത്സരത്തിനില്ല, ഞാൻ മോദിയുടെ കൂടാണ്, BJPയുടെ കൂടാണ്, ഞാൻ ഉണ്ട്, എനിക്ക് എൻ്റെതായ രീതികളുണ്ട്, ഞാൻ എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ എൻ്റെതായ കാഴ്ചപ്പാടും ശരിയായ കാഴ്ചപ്പാടും യോജിച്ചു പോകുന്ന ഒരു പാർട്ടി BJP ആയതുകൊണ്ട് ഞാൻ BJPക്കകത്ത് വന്നേ. പ്രധാനമന്ത്രി വന്നപ്പോൾ ഓടി എല്ലാവരും അടുത്തിയപ്പോൾ എന്നെ അടുപ്പിച്ചില്ലെന്ന് പറഞ്ഞ വാർത്ത വന്നപ്പോൾ എനിക്ക് ആ ശീലമില്ല. VIP-കളെ എൻ്റെ പ്രൊഫഷൻ അനുസരിച്ച് ക്യാരി ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടിയിൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറിയിരുന്നു. അടുത്തോട്ട് പോയി എല്ലാവരുടെയും കൂടെ ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു രീതി എനിക്കറിയത്തില്ല, അത് ഞാൻ ശീലിച്ചിട്ടില്ല. അപ്പോൾ എല്ലാത്തിനകത്തും എന്ത് വിഷയം വന്നാലും ശ്രീലേഖ BJP പ്രശ്നം, ശ്രീലേഖ BJP പ്രശ്നം. കാരണം പ്രശ്നമില്ലാത്ത ശ്രീലേഖ, പ്രശ്നമില്ലാത്ത BJP ഇവരെ തമ്മിലൊരു പ്രശ്നമുണ്ടാക്കിച്ച് BJPക്ക് അവരെ നഷ്ടപ്പെടുത്തണമെന്നായിരുന്നു എന്നുള്ള കൃത്യമായ അജണ്ട ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ അത് ചില മാധ്യമങ്ങൾ അച്ചാരം മേടിച്ച് ഏറ്റെടുത്തിരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ശരിയല്ലേ? ഇതിനകത്ത് പ്രശ്നം അറിയാം. VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീലേഖ അവിടെ ചെല്ലുന്നു. ശ്രീലേഖ VK പ്രശാന്ത് കുറ്റം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ശ്രീലേഖ വളരെ അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് ചെല്ലുക. മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുന്നിട്ട് ശ്രീലേഖ ഇവൻ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക. ഞെട്ടിപ്പോയി. ശ്രീലേഖ എങ്ങനെയാണ് ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരി ആയി മാറിയത് എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീലേഖ. BJP തിരക്കഥ എഴുതിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ല അതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ വളരെ കൃത്യമായിട്ട് BJP ചില മണ്ഡലങ്ങളെ ലക്ഷ്യം വെക്കുന്നു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒറ്റ അജണ്ടയിലൂന്നിയ പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പുതിയ അധ്യക്ഷൻ വന്നപ്പോൾ കൃത്യമായിട്ട് നടപ്പാക്കി. അതും താഴെ തട്ടിൽ നിന്ന് ആ പ്രവർത്തനം എങ്ങനെ നടപ്പാക്കി കൊണ്ടുവരണമെന്ന് അവിടെ കാണിച്ചു കൊടുത്തു. എന്ന് പറയുന്ന പോലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ BJPക്ക് അനുകൂലമാക്കി
മാറ്റാൻ സാധിച്ചത് ശ്രീലേഖയുടെ പ്രവർത്തനം കൊണ്ടാണ്. അവർ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് മാറി. അപ്പം BJPയുടെ മേയർ പദവിയിലേക്ക് ശ്രീലേഖ വന്നില്ലെങ്കിൽ, അവർ പാർട്ടി വിട്ടുപോയിരുന്നെങ്കിൽ പറയായിരുന്നു അധികാരമോഹിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. കാരണം ഒരു IPS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് വരെ ശ്രീലേഖ എത്തിയതാണ്. ഇനി അവർക്ക് ഭരണാധികാരി അപ്പുറത്തേക്ക് ഇപ്പോൾ മോദി നേരിട്ട് ശ്രീലേഖയെ വിളിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ അത്രയും വലിയ ഒരു പദവിയിൽ ഇരുന്ന ആളായതുകൊണ്ടാണ്. ഇത് ജനങ്ങളെ അറിയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടോ ആയിരിക്കില്ല ചെയ്യുന്നത്. BJPയുടെ ഓപ്പറേഷൻ എപ്പോഴും അങ്ങനെയാണ്. അവരൊരാളെ പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. ഇവിടെ ശ്രീലേഖ അവിടെ മത്സരിപ്പിക്കാനായിട്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിയത് VK പ്രശാന്താണ്, പിന്നെ ഞെട്ടിയത് CPM. ഏറ്റവും ഒടുവിൽ അവിടെ മത്സരിക്കാനായിട്ട് കൊതിമൂത്ത് കിടക്കുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട്, കെ മുരളീധരൻ ഞെട്ടിയല്ലോ. അപ്പോൾ ശ്രീലേഖ പതുക്കെ പതുക്കെ കളം പിടിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ ചൂരെഴുതാനായിട്ട് പോകുന്നു. ശ്രീലേഖ ഇതാ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നെഞ്ചെടുപ്പേറ്റുന്ന ഒരു പ്രഖ്യാപനമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് അത് പരിശോധിക്കുമ്പോൾ ശ്രീലേഖ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആദ്യം നെഞ്ചടിക്കുന്ന ആരാ? നിലവിൽ CPM ഉറപ്പിച്ചിരിക്കുന്ന. അതിനകത്ത് വേറെ വലിയൊരു കാര്യമുണ്ട്. CPM വളരെ പുറകെ നിന്ന് കിടന്നിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്ന 21,000 വോട്ടിനാണ്. അപ്പം അവിടുത്തെ വോട്ടർമാർക്ക് ഏത് വശത്തോടും ചായാനും ചരിയാനും ഉള്ള മാനസികാവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ടർമാരാണ്. ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല ഒരു പരിധിവരെ വോട്ടർമാർ. അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിനും BJPക്കും മാത്രം സാധ്യത ഉള്ള ഇടത്ത് മര്യാദയ്ക്ക് പൊതുസേവനം നടത്തിയ ഒരാൾ എന്ന ഉള്ള ഒരു ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണല്ലോ പ്രശാന്ത് അവിടെ ജയിച്ചത്. അപ്പോൾ അതിനെക്കാട്ടിൽ മുന്തിയ ഒരാൾ വന്നാൽ, യോഗ്യതയുള്ള ഒരാൾ വന്നാൽ, ഈ പറയുന്ന ശ്രീലേഖ അതായാൽ ശ്രീലേഖ അവിടെ ജയിച്ചൂടെ? കാര്യങ്ങൾ മാറി മാറി. മാത്രവുമല്ല ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചിട്ടെ, RC വന്നപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്ര എടുത്തു കാണിച്ചില്ല. ശ്രീലേഖയെ വെച്ച് ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രീലേഖ സ്ഥാനാർത്ഥി, ശ്രീലേഖയുടെ കൂടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാ, RC സ്ഥാനാർത്ഥിയാ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കഴക്കൂട്ടത്ത് മുരളീധരൻ സ്ഥാനാർത്ഥി. മുരളീധരൻ എത്രയോ വലിപ്പത്തിരിക്കുന്നു. അപ്പം എത്ര റേറ്റിംഗ് കിട്ടുന്നുണ്ട് ശ്രീലേഖയുടെ പടം കാണിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് എന്നുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ബിസിനസ് ഉണ്ട്. ശ്രീലേഖയുടെ അമ്മാവൻ അല്ലെങ്കിൽ അമ്മാവിയുടെ മോനും ഒന്നും അല്ല ഏഷ്യാനെറ്റുകാരൻ, അല്ലെങ്കിൽ റിപ്പോർട്ടറുകാരൻ, അല്ലെങ്കിൽ 24കാരൻ. ഇവരെ കാണിക്കുന്നത് കൊണ്ട് അത് കാണാനാളുണ്ട്. ശ്രീലേഖ എന്ത് സംഭവിച്ചു, ശ്രീലേഖ എന്ത് സംഭവിച്ചു, ശ്രീലേഖ വരുമോ, ശ്രീലേഖ സ്ഥാനാർത്ഥിയാണോ, ശ്രീലേഖ MLA ആണോ? അപ്പൊ അവർക്ക് സമൂഹത്തിനിടയ്ക്ക് വല്ലാത്തൊരു അംഗീകാരമുണ്ട്. അപ്പം മാധ്യമങ്ങളിടയ്ക്ക് ഇവരെ ഒന്ന് ട്രാപ്പിലാക്കാൻ നോക്കി. പക്ഷേ ഇപ്പം സമചിത്തതയുടെ കാര്യങ്ങളെ നേരിടുന്നു. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആവശ്യമുള്ള മറുപടി പറയുന്നു. അല്ല, നിങ്ങളെ മേയറാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടമില്ലയോ, വിഷമമില്ലയോ എന്ന് പറയുമ്പോൾ ഒരാളെടുത്ത് നിരന്തരം ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ സത്യസന്ധതയല്ലേ വെളി വന്ന്. എനിക്ക് വിഷമമുണ്ട്, എനിക്ക് കേട്ടപ്പം വിഷമമുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി തീരുമാനമാകുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്നെക്കാട്ട് യോഗ്യനാണ്. അതുപോലെ വേറെ സിനുജി വേറെ കാര്യം ചോദിച്ചു. സിനുജി പറഞ്ഞില്ലേ പ്രശാന്തിന്റെ ഓപ്പറേഷൻ പാർട്ടിയുടെ തീരുമാനമാണോ എന്ന്. പ്രശാന്തിന്റെ ഓപ്പറേഷൻ ഇങ്ങനെ വന്നപ്പോൾ പാർട്ടിയുടെ തീരുമാനം ആണെങ്കിൽ പോലും അത് ഏൽപ്പിക്കുന്ന എങ്ങനെയാ മോഹൻലാൽ നല്ല നടനാവുന്നത്, എങ്ങനെയാ മമ്മൂട്ടി നല്ല നടനാവുന്നത്? അവരെ ഏൽപ്പിച്ചു, പാർട്ടി ഏൽപ്പിച്ചെന്ന് വെച്ചു. അതായത് ശ്രീലേഖയുടെ ആണോ പാർട്ടിയുടെ ഇടപെടലാണോ അല്ലെങ്കിൽ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പാർട്ടി അതിനകത്ത് പാർട്ടിയോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവും. അപ്പം ശ്രീലേഖ എന്ന് പറയുന്ന മുതിർന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കുന്ന ഇത്രയും നാളും DGP വരെ ആയിട്ട് സർവീസിലിരുന്ന IPSകാരി അവിടുത്തെ പറഞ്ഞാലും അത് കൈകാര്യം ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ വരും. ആ മാധ്യമങ്ങൾ വരുമ്പോൾ അവർ ആ മാധ്യമങ്ങളോട് പെർഫോം ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. എത്ര മര്യാദയ്ക്കാണ് അതിനകത്ത് അപ്പുറത്ത് നിൽക്കുന്ന ശത്രുഭാഗത്ത് നിൽക്കുന്ന പ്രശാന്തിനെ പ്ലേസ് ചെയ്യുന്ന അത്ര മര്യാദയ്ക്കാണ്. എന്നിട്ട് ഈ മാധ്യമങ്ങളെ വന്നാട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പം അതിനുശേഷവും പ്രകോപിപ്പിക്കത്തക്ക രീതിയിൽ അവരെ ഇൻസൾട്ട് ചെയ്യത്തക്ക രീതിയിലൊക്കെ മാധ്യമങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും പലവട്ടം പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോഴും ഒരു പക്വതയാർന്ന ഏറ്റവും മര്യാദയുള്ള ഇതുപോലൊക്കെ സുഗതകുമാരിയൊക്കെ സംസാരിക്കുന്നത് വളരെ പക്വതയോടുകൂടി ആർക്കും ദേഷ്യം തോന്നാത്ത ഒരു മോശമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് വരാത്ത രീതിയിൽ പിന്നെ പോസ്കോ കേസ് വന്നപ്പോൾ ആ പെർഫോമൻസ് തീർക്കാനായിട്ട് ചില മാധ്യമങ്ങൾ വന്നു. അപ്പൊ അതിനകത്ത് അവരുടെ അവതരണം കൊണ്ട് മാധ്യമങ്ങൾ പിൻവാങ്ങിപ്പോയി. അതെ, അവർക്ക് നിയമം അറിയാം. അവർ എത്രയോ കാലമായിട്ട് ഇത് ഈ കൈകാര്യം ചെയ്ത ആളാണ്. എന്നിട്ട് പറഞ്ഞു ഞാൻ അന്വേഷിച്ച കേസാണ്, ഞാൻ അങ്ങനെ ചെയ്യുമോ, ഞാൻ ഇവിടുത്തെ സഹോദരിമാർക്കും അമ്മമാർക്കും സ്ത്രീകൾക്കും ഒപ്പമാണെന്ന് പറയുമ്പോൾ മീഡിയയുടെ ഒരു പോലീസ് ഓഫീസറുടെ യാതൊരു ശൈലിയും ഇതിനകത്തില്ലല്ലോ. അവർക്കൊരു ധാർഷ്ട്യതയുള്ള സംസാരം പോലീസ് ഓഫീസർമാർക്ക് വരും. അത് നമ്മൾ വേറെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സ്ത്രീകളായിട്ടുള്ള തന്നെ ഉള്ള ആൾക്കാരെ. ഇപ്പോഴും തന്നെ പെൻഷനായിട്ടിരിക്കുമോ കാണിക്കാം അല്ലെങ്കിൽ എന്നാണ്. പക്ഷെ ഇവർക്ക് അതൊന്നുമില്ല. ഇവർ പ്ലീസിങ് മൈൻഡാ. അത് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം, അതിനകത്ത് സത്യമില്ല. ഞാൻ അതിനകത്ത് അപ്പം അത് കേൾക്കുമ്പോൾ തന്നെയാണ് എപ്പോഴും നാം കേട്ടിട്ടുണ്ട് സ്ത്രീകൾ
മര്യാദ അവരെ മേടിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു മര്യാദക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ മുമ്പിലും, അത് പുരുഷന്റെ ആയാലും മുമ്പിൽ, യാതൊരു തലയ്ക്ക് വെളിവില്ലാത്ത ആർക്കും മര്യാദകൾ കാണിക്കാൻ പറ്റത്തില്ലെന്നാണ് അതിന് ഉദാഹരണമാണ് ഈ സ്ത്രീ. അപ്പം ഇതിനകത്ത് ഇപ്പം ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇവരെ ഉയർത്തി കാണിക്കുന്നതിന് അവരുടെ ആ ഗ്രാഫ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അത് ശ്രമിക്കുന്നത്. ഇവരെ കാണിച്ചാൽ റേറ്റിംഗ് കിട്ടും. പക്ഷെ ഇവർ ബി ജെ പിക്ക് അത് വന്നാൽ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകണ്ടെന്ന് ഉള്ള രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അത് ശ്രീലേഖ എടുത്ത് നടന്നില്ല. ശ്രീലേഖനെ അത് മനസ്സിലാക്കി അതിനെ അതിജീവിച്ചു എന്ന് നിൽക്കും. ഏതായാലും വട്ടിയൂർക്കാവിൽ തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. ബി ജെ പിക്ക് ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി ആകുന്നതിനകത്ത് സിനു പറഞ്ഞതുപോലെ കൃത്യമായ, മോദിയെ കാണാൻ പോകത്തിനോട് വലിയ സങ്കടമാണ്, മോദിയുടെ കൃത്യമായ, RCയുടെ കൃത്യമായ, ഈ പറയുന്ന അമിത്ഷായുടെയൊക്കെ കൃത്യമായ ഓപ്പറേഷൻ തന്നെയുണ്ട്. അതായത് വളരെ കണക്ക് കൂട്ടി ഈ പ്രാവശ്യം ഇലക്ഷനെ നേരിടുന്ന 2026 ബി ജെ പിക്ക് സാധ്യമാകുന്നതെല്ലാം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോക്കാണ്. ആ പോക്കിൻ്റെ ആദ്യത്തെ വിജയം തന്നെയാണ് ഈ പറയുന്ന ശ്രീലേഖ IPS. അത് വലിയ ചർച്ചയാണ്. തിരുവനന്തപുരത്തിന് ആദ്യത്തെ ഗുണം, കേരളത്തിൽ മൊത്തത്തിൽ ഗുണം. ഈ താമര ചിഹ്നമില്ലാത്ത വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അവിടെ ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് അവിടുത്തെ ബി ജെ പിക്കാർ പറഞ്ഞത്. അപ്പോൾ താമര ചിഹ്നത്തിലേക്ക് ശ്രീലേഖ എന്ന് പറയുന്ന വളരെ പരിചിതയായ ഒരു മുഖമായിട്ട് അവർ മാറുക കൂടി ചെയ്താൽ ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയുന്നതിൽ ഒരു മണ്ഡലം, തീർച്ചയായിട്ടും താമര പിടിയുന്നതിനകത്ത് ഒരു മണ്ഡലം ഇതും ഇപ്പൊ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്. ഇപ്പൊ ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റ് ശോഭയാണ് പാലക്കാട്. കാരണം കോൺഗ്രസ് ആരെ കൊണ്ടിട്ടാലും അവിടെ ഈ നമുക്ക് വിയർക്കും, എങ്ങനെയായാലും പ്രശ്നമാണ്. ആരെ കൊണ്ടിട്ടാലും സമാധാനം, അപ്പുറത്തൊന്നും സമാധാനം പറയേണ്ടതുണ്ട്, ഇപ്പുറത്തൊന്നും സമാധാനം. CPM വളരെ പുറകിലാണ്. ഇത് വല്ലാത്ത ചാൻസാണ് പാലക്കാട്. അപ്പം ഏതാണ്ട് ഉറപ്പുന്ന അവസരം അതെ ഉറപ്പിച്ച് ശ്രീലേഖ അല്ലെങ്കിൽ ശോഭയൊക്കെ BJPയുടെ നിയമസഭാ വളരെ കൂടുതൽ. അന്തിമ തീരുമാനം ജനങ്ങൾ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.